ഇസ്ലാമിക മത നിയമപ്രകാരം ഏതെങ്കിലും ഒരു വ്യക്തി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാൽ അതിന് മതപരമായ ഒരു പരിരക്ഷ ഇസ്ലാം നൽകുന്നുണ്ട്. അതായത് ഇരയുടെ ബന്ധുക്കൾക്ക്, കൊല്ലപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കൾക്ക് തെറ്റ് ചെയ്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തിക്ക് മാപ്പ് കൊടുക്കാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. അതൊരു പ്രത്യേക വിശ്വാസത്തിൻ്റെ പേരിൽ വരുന്നതാണ്. ഇസ്ലാമിക വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്കും ഗുണങ്ങൾക്കും നാളെ മരിച്ചു പോയാൽ പരലോക ജീവിതത്തിൽ അള്ളാഹു ഗുണവും ദോഷവും നൽകും എന്ന വിശ്വാസത്തോടു കൂടെ ജീവിക്കുന്ന വിശ്വാസികളാണ് മുസ്ലിം മതവിശ്വാസികൾ. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏക മനുഷ്യവർഗമാണ് ഈ മുസ്ലിങ്ങൾ, ഈ വിശ്വാസത്തോടു കൂടെ. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തിക്ക് ആ കുടുംബം മാപ്പ് നൽകിയാൽ നാളെ മരിച്ചു ചെന്നാൽ അള്ളാഹു പരലോകത്ത് ആ മരിച്ച വ്യക്തിക്കും അവരുടെ കുടുംബത്തിന് മാപ്പ് നൽകിയത് ആരാണോ അവർക്കൊക്കെയും അള്ളാഹു നാളെ മഹത്തായ പ്രതിഫലം നൽകും എന്ന വിശ്വാസത്തിൻ്റെ പേരിൽ മാത്രമാണ് മതപരമായി ഈ അനുവാദം നൽകപ്പെട്ടിട്ടുള്ളത്. അല്ലാതെ ബ്ലഡ് മണിക്കോ പൈസയ്ക്കോ മറ്റോ ഒരു പ്രലോഭനത്തിനും വഴങ്ങിയോ ഒന്നും ആകരുത്. അത് ആ മരിച്ച ഇരയുടെ കുടുംബത്തിന് അള്ളാഹു കൊടുത്ത ഒരു പ്രത്യേക അനുവാദമാണ്. അങ്ങനെ അവർ മാപ്പ് കൊടുത്താൽ ഭരണാധികാരികൾ അത് സ്വീകരിക്കുന്നതുമാണ്. അത് വധശിക്ഷയ്ക്ക് മാത്രമേ ഇങ്ങനെ ഒരു നിയമം ഉള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. വധശിക്ഷയ്ക്ക് നേരെ താഴെ വരുന്ന ജീവപര്യന്തം ശിക്ഷയ്ക്കൊന്നും തന്നെ ഇങ്ങനെ ഒരു പരിഗണനയില്ല. ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കുക എന്ന ഇസ്ലാമിൻ്റെ ആ മഹത്തായ സന്ദേശം മാത്രമാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. അത്രയും മനുഷ്യജീവന് ഇസ്ലാം വില നൽകുന്നുണ്ട് എന്ന് സാരം. അതുകൊണ്ടാണ് അതേ സ്ഥാനത്ത് ഇപ്പോൾ നാട്ടു നടപ്പനുസരിച്ച് അത് പണത്തിന് വേണ്ടിയാക്കി എന്നുള്ളതാണ്. ആരെങ്കിലും ഇങ്ങനെ മാപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ വലിയ പല രീതിയിലും സംഭരിച്ചിട്ട് കൊടുക്കുക, അങ്ങനെ ആ മാപ്പ് വിലക്ക് വാങ്ങിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത്. അത് വാസ്തവത്തിൽ ഇസ്ലാമുമായി ഒത്തുപോകുന്നതല്ല. അള്ളാഹുവിലുള്ള വിശ്വാസം, ദീനിലുള്ള വിശ്വാസം മാത്രമേ ഇങ്ങനെ ഒരു മാപ്പ് നൽകാൻ ആ കുടുംബത്തിന്, ഇരയുടെ കുടുംബത്തിന് ഇസ്ലാം അനുവദിക്കുന്നുള്ളൂ. മറ്റ് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു മുതലെടുപ്പിന് വേണ്ടി, പ്രശസ്തിക്കോ പണത്തിനോ ഒന്നും വേണ്ടി തന്നെ ഇങ്ങനെ ചെയ്യാൻ മതം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ നമ്മുടെ നിമിഷപ്രിയ വധശിക്ഷ കാത്തു കഴിയുകയാണ്. ആ സഹോദരിക്ക് അവരാൽ കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബം മാപ്പ് നൽകുകയാണ് എങ്കിൽ അത് അവർക്ക് വധശിക്ഷയിൽ നിന്ന് ഒഴിവാവാനുള്ള ഒരു കാരണമാണ്. മറ്റ് ശിക്ഷകൾ അവർ അനുഭവിക്കാനാണ് സാധ്യത. ഇങ്ങനെയാണ് മതം ഇതിനെപ്പറ്റി പറയുന്നത്.